ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന റഫ, അതായത് ഈജിപ്തിൻ്റെയും ഗസയുടെയും അതിർത്തിയാകുന്ന റഫയിലേക്ക് ഇസ്രയേലിൻ്റെ കരസൈന്യം കുതിച്ചു കയറുകയാണ്. ഈ റഫ പൂർണ്ണമായും കീഴടക്കി എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് എന്നാണ് ഇവിടെ നാം പരിശോധിക്കുന്നത്. ഗസയിൽ ഫലസ്തീനിൽ നടക്കുന്ന യുദ്ധം സാധാരണ നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന് സമാനമല്ല എന്ന് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, കരയുദ്ധമാണെങ്കിൽ പോലും രണ്ട് ഭാഗത്തു നിന്നും ടാങ്കുകളും അതുപോലെ തന്നെ മോർട്ടാറുകളും അതുപോലെ മിസൈൽ ആക്രമണങ്ങൾ ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇങ്ങനെ രണ്ട് ചേരിയായി നിന്നുള്ള പ്രതിരോധങ്ങൾ യഥാർത്ഥത്തിൽ ഗസയിൽ ഇല്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. അതായത് അങ്ങനെ ഉണ്ട് എങ്കിൽ ഇസ്രായേൽ സേനയ്ക്ക് വളരെ നിഷ്പ്രയാസം ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ഗസയെ പൂർണ്ണമായും കൈയടക്കാനും ഹമാസിനെ തീർത്ത് കളയാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്രായേലിൻ്റെ വളരെ സ്ട്രാറ്റജിക്കലായ യുദ്ധവിമാനങ്ങൾ അവരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏത് ഭാഗവും ആക്രമിക്കാൻ, എവിടെ തമ്പടിച്ചിട്ടുള്ള സൈനികരെയോ അല്ലെങ്കിൽ ഏത് സായുധ സംഘങ്ങളെയോ കീഴടക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അറ്റാക്കിന് ഒരിക്കലും ഹമാസോ അല്ലെങ്കിൽ ഫലസ്തീനിലെ മറ്റുള്ള പ്രതിരോധ സംഘങ്ങളോ മുതിരുകയില്ല. അത് അപകടമാണ് എന്നവർക്കറിയാം. എന്നാൽ അവർ ഇസ്രായേൽ സേനയെ എങ്ങനെ നേരിടണമെന്ന് വർഷങ്ങളോളമുള്ള അവരുടെ കണ്ടെത്തലുകൾക്കൊടുവിലാണ് അവർ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒളിയാക്രമണങ്ങളാണ്. ഒളിയാക്രമണങ്ങളാകുമ്പോൾ ഇവിടെ രണ്ട് ചേരികളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്രായേൽ സൈന്യം ഒരു ശക്തിയായി ടാങ്കുകളുടെ അകമ്പടിയോടുകൂടെ ഒരു ഭാഗത്ത് നിന്ന് ഗസയിലേക്ക് കയറി വരികയാണ്. പക്ഷെ അപ്പുറത്ത് അതുപോലെ ഒരു സംഘമില്ല. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ടാങ്കുകളുമായി കടന്നു ചെല്ലാൻ കഴിയും. പക്ഷെ ഇടയിൽ വെച്ചെല്ലാം അവർ ഭൂമിക്കടിയിൽ നിന്ന്, തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവരുടെ ടാങ്കുകൾ ഉണ്ട് എന്ന് ക്യാമറയും മറ്റു സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കുന്നു. അവർ മറഞ്ഞിരുന്ന് ടാങ്കുകളും ബുൾഡോസറുകളും സൈനികരെയും ലക്ഷ്യം വെക്കുന്നു. അവർ താഴോട്ട് തന്നെ പോകുന്നു. ഈ രീതിയാണ് ഗസയിലുള്ളത്. അപ്പോൾ നാം റഫ എന്ന് പറയുമ്പോൾ ഏകദേശം 64 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഭാഗത്തിനുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 1.5 മില്യണോളം ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട് ഈ റഫയിൽ. കാരണം വടക്ക് നിന്ന് തെക്ക് വരെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അതിർത്തിയിലുള്ള, ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള നഗരമാണ് റഫ എന്നറിയപ്പെടുന്നത്. ഈ റഫയിൽ ഇതുവരെ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത, പോരാട്ടങ്ങളിൽ പങ്കെടുക്കാത്ത ഹമാസിന്റെ 4 ബറ്റാലിയൻ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പ് തീർച്ചയായും ഉണ്ടാകും. ഈ റഫയുടെ തൊട്ടപ്പുറത്തെ ഭാഗമായ ഖാൻ യൂനിസിൽ മാസങ്ങളോളമാണ് ഇസ്രായേലിന്റെ സേന യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്ന് അവസാനം ദയനീയമായി സൈനികരെ പിൻവലിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചുള്ള ഒളിയുദ്ധങ്ങളിലൂടെ സൈനികർക്ക് ഓരോ ദിവസവും അവരുടെ അംഗവൈകല്യം ഉണ്ടാകുന്നു, പലരും മരണപ്പെടുന്നു. അതായത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഗസയുടെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഓരോ മീറ്ററുകളിലും ഈ ഹമാസ് അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കും അവിടെ പൂർണ്ണമായ ഓരോ മീറ്ററുകളിലും ആധിപത്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് തെറ്റാവുകയില്ല. അതേസമയം അവരെവിടെ തമ്പടിച്ചു, അവർക്ക് അവരുടെ സംവിധാനങ്ങളെല്ലാം എവിടെ, ഭൂമിക്ക് മുകളിൽ അത് കാണുകയില്ല. ഈ പറയപ്പെടുന്ന ടാങ്കുകളെ തകർക്കുന്ന അൽ-യാസീൻ 105 എന്നറിയപ്പെടുന്ന ഈ ടാങ്ക് വേദ മിസൈൽ സംവിധാനങ്ങൾ, ഇതെല്ലാം അവർ 100 കണക്കിനാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. ഈ 7 മാസക്കാലം ഉപയോഗിക്കാൻ അവർക്ക് വലിയൊരു ശേഖരം തന്നെ ആവശ്യമായി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണുള്ളത്? ഭൂമിക്ക് മുകളിലായിരുന്നുവെങ്കിൽ അതെല്ലാം ഇസ്രായേൽ തീർത്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ഭൂമിക്കടിയിലാണ് ഉള്ളത്. അവരുടെ സൈനികരും ഭൂമിക്കടിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾക്കോ ഡ്രോൺ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ തരം 5ാം തലമുറയിലുള്ള യുദ്ധവിമാനങ്ങൾക്കോ അതിനെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ രീതിയിൽ നമ്മൾ റഫയിലേക്ക് വരുമ്പോൾ, റഫയിൽ ആദ്യമായി അവരുടെ കരസേന പ്രവേശിക്കുന്നത് കറം അബുസാലിം വഴിയാണ്. അവിടെയാണ് 2 ദിവസം മുമ്പ് ഫലസ്തീനിലുള്ള ഹമാസ് സൈനിക ക്യാമ്പുകൾക്ക് നേരെ ലക്ഷ്യം വെച്ച് ഏകദേശം 10ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും 3 ഇസ്രായേൽ സൈനികർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ കറം അബുസാലിം വഴിയാണ് ഗസയിലേക്ക് കടക്കുന്നത്. പക്ഷേ ഈ കടക്കുന്ന ഭാഗത്ത് ഏകദേശം കടന്ന അതേ ദിവസം തന്നെ 3 കിലോമീറ്റർ ഉള്ളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അവിടെയൊന്നും കാര്യമായ പ്രതിരോധം ഉണ്ടായിട്ടില്ല. കാരണം ഈ 3 കിലോമീറ്റർ കാർഷിക മേഖലയാണ്. താമസിക്കുന്ന സ്ഥലങ്ങളല്ല. റഫയുടെ ഉള്ളിലേക്ക്, അതിർത്തിയിലേക്ക് കടക്കുന്ന വഴി അവിടെയാണ്. ചരക്ക് വാഹനങ്ങളെല്ലാം ആ വഴിയാണ് കടന്നു വരാറുള്ളത്. അവിടെ കാര്യമായ താമസങ്ങളില്ല. അതേസമയത്ത് സൗക്കത്ത് സൂഫി എന്നറിയപ്പെടുന്ന ഭാഗത്താണ്
പിന്നീട് താമസം വരുന്നത് അവിടെയാണ് പ്രതിരോധം ആരംഭിക്കുന്നത്. അവിടെ വെച്ചുണ്ടായ പ്രതിരോധത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ D9 എന്നറിയപ്പെടുന്ന ബുൾഡോസറും അതുപോലെ തന്നെ മെർക്കോവ ടാങ്കുകൾക്ക് നേരെയും ലക്ഷ്യം വെക്കുകയുണ്ടായി. ഇപ്പോൾ ഹമാസ് പറയുന്നത് അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ റഫ പൂർണ്ണമായും നിഷ്പ്രയാസം കീഴടക്കുക എന്നത് ഗസയിലുള്ള ഇത്രയും ദീർഘമായ കാലം യുദ്ധം ചെയ്ത പല മേഖലകളെയും അതിൻ്റെ സാഹചര്യങ്ങളെയും പഠിച്ച ആളുകൾക്ക് അങ്ങനെ കീഴടക്കി എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ സേന യുദ്ധം ആരംഭിക്കുന്നത് ബൈത്ത് ലാഹിയയിൽ വെച്ചാണ്. അവിടെ ബൈത്ത് ലാഹിയ, ബൈത്ത് ഹാനൂൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്, അതായത് ഗസയുടെ വടക്ക് ഭാഗം. എന്നാൽ ബൈത്ത് ലാഹിയയിൽ ഇസ്രായേൽ സേന കിലോമീറ്ററുകൾ മണിക്കൂറുകൾക്കകം തന്നെ അവർ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ താമസമില്ലാത്ത കാർഷിക മേഖലയാണ്. എന്നാൽ ഈ ആദ്യം ആരംഭിച്ച ഈ ബൈത്ത് ലാഹിയയിൽ പോലും ഇന്ന് ഇസ്രായേലിന് പൂർണ്ണമായ ആധിപത്യമില്ല. ഇപ്പോഴും അവിടെ സംഘടന നടക്കുന്നു. ഇസ്രായേൽ സേന എപ്പോഴാണോ അവിടെ എത്തുന്നത് ആ സമയത്ത് തന്നെ അവിടെ സംഘടനം ആരംഭിക്കും. അതായത് ഈ ഗസയുടെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഓരോ മീറ്ററുകളിലും ഹമാസിനും അവിടുത്തെ പ്രതിരോധ സംഘത്തിനും ആധിപത്യം ഉണ്ട്. അത് പൂർണ്ണമായി പിടിച്ചടക്കാനോ അധിനിവേശം നടത്താനോ ഇസ്രായേൽ സേനക്ക് സാധിച്ചിട്ടില്ല എന്നർത്ഥം. എന്നാൽ അതേ രീതി തന്നെയാണ് ഏകദേശം 3 കിലോമീറ്ററോളം ഇവിടെ ഉള്ളിലേക്ക് കടക്കാൻ ഇസ്രായേൽ സേനക്ക് സാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് സൗക്കത്ത് സൂഫി എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിരോധം ആരംഭിക്കുന്നു. ഈ പ്രതിരോധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങൾ മോർട്ടാർ ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും ഇസ്രായേലിന്റെ സേനയ്ക്ക് നേരെയും അവർ തമ്പടിച്ച ഭാഗങ്ങൾക്ക് നേരെയും ഇപ്പോഴും നടത്തുന്നുണ്ട്. ശക്തമായ മിസൈൽ ആക്രമണം അധിനിവേശ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് നടത്തുന്നുണ്ട്. നിങ്ങളുടെ ശക്തമായ സംഘടനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും കുറഞ്ഞ ദിവസങ്ങളിൽ കീഴടക്കി തിരിച്ചു വരുമെന്നത് മൗഢ്യമായ ഒരു ചിന്ത മാത്രമാണ്. തീർച്ചയായും അവിടെ നിന്ന് ഇസ്രായേൽ സേന പ്രതിരോധം ശക്തമാകുന്നത് കാരണം തിരിച്ച് അവരുടെ സൈനികരെ തിരിച്ചു വിളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേ സമയത്ത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളൊരു ലിമിറ്റഡ് ആയ ഒരു ഭാഗത്ത് മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നത്. അതായത് ഈ ഈജിപ്തും അതുപോലെ തന്നെ ഫലസ്തീൻ, ഈ ഈജിപ്ത് ഫലസ്തീനിന്റെ ആ ഇടയിലുള്ള ഭാഗം പൂർണ്ണമായും ഇസ്രായേൽ സേനയുടെ വരുതിയിൽ വരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ സേന ഹോസ്പിറ്റലുകളെ ലക്ഷ്യമിടുമെന്നാണ്. കാരണം വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ആദ്യമായി ഓരോ പട്ടണങ്ങളിലും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റലുകളെയാണ്. ഹോസ്പിറ്റലുകളെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പരിക്കേൽക്കുന്ന ആളുകൾ അതുപോലെ മരണസംഖ്യ വർദ്ധിക്കുക. അതായത് ആളുകളെ കൂട്ടമായി കൊന്നുകളയുക എന്ന വ്യക്തമായ ലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ സൂത്രമാണ് ഹോസ്പിറ്റലുകൾ ടാർഗറ്റ് ചെയ്യുക എന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് റഫയിലും ഹോസ്പിറ്റലുകൾക്ക് നേരെയായിരിക്കും ആദ്യത്തെ അവരുടെ അറ്റാക്കുകൾ ഉണ്ടാവുക. ആദ്യമായി കടന്നു ചെന്നാൽ ഹോസ്പിറ്റലുകളായിരിക്കും തകർക്കപ്പെടുക. അവിടെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുമെന്ന കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഇസ്രായേലിന്റെ സേന നടത്തുക എന്ന് തന്നെയാണ്. നിങ്ങൾ എവിടെയാവട്ടെ, 1ാം ക്ലാസ് മുതൽ +2 വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് ത്വയ്ബ അക്കാദമി. ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ 1-to-1 ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് ത്വയ്ബ അക്കാദമി. പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.